സൈനസൈറ്റിസ് തടയാം. എന്താണ് സൈനസൈറ്റിസ്? സൈനസൈറ്റിസിനെ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ അകറ്റാം? ഈ ചോദ്യങ്ങളൊക്കെ ഇന്ന് എല്ലാവരുടെയും ഉള്ളിലും ഉള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാതെ തലവേദനിക്കുന്നുണ്ടോ? തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ? കണ്ണുകൾ വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സൈനസൈറ്റിസിനാൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. സൈനസൈറ്റിസ് ചിലപ്പോൾ അതികഠിനമായ വേദനയുണ്ടാക്കും. സൈനസൈറ്റിസിനെ തിരിച്ചറിയാനും ഓടിക്കാനുമുള്ള വീട്ടിൽ തയ്യാറാക്കാവുന്ന ചില മരുന്നുകളെ പരിചയപ്പെടാം. മൂക്കിനു ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന പൊള്ളയായ വായു അറകളാണ് സൈനസുകൾ. വായു നിറഞ്ഞ ഈ അറകളുടെ രൂപവും വലിപ്പവും ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ജനനസമയത്ത് സൈനസുകൾ പൂർണ്ണമായും രൂപപ്പെടുകയില്ല. 4 ജോഡി സൈനസുകളാണ് ഒരാളിൽ ഉണ്ടാവുക. കവിളുകളുടെ ഉൾഭാഗത്ത്, കണ്ണുകളുടെ ഇടയിൽ, പുരികത്തിനു മുകളിൽ, ശിരസിന്റെ മധ്യഭാഗത്ത് എന്നിവിടങ്ങളിലാണ് സൈനസുകളുടെ സ്ഥാനം. പ്രാണവായുവിനെ ചൂടാക്കുക, വേണ്ടത്ര ഈർപ്പം നൽകുക, ശബ്ദത്തിന്റെ തീവ്രത നിയന്ത്രിക്കുക, തലയോട്ടിയുടെ ഭാരം കുറയ്ക്കുക തുടങ്ങിയവയാണ് സൈനസുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സൈനസുകളെ ആവരണം ചെയ്ത് ഒരു ശ്ലേഷ്മസ്തരമുണ്ട്. ഇവ പുറപ്പെടുവിക്കുന്ന ശ്ലേഷ്മം സൈനസുകളിലെ ചെറുചാലുകളിലൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും. ഉള്ളിലേക്കെടുക്കുന്ന വായുവിലെ മാലിന്യങ്ങളെയും അണുക്കളെയും നീക്കം ചെയ്യുന്നത് ഈ ഒഴുക്കാണ്. അണുബാധ തടയുക, സൈനസിൽ നിന്ന് കഫത്തെ പുറത്തു കളയുക, ഇവയ്ക്കൊപ്പം പ്രതിരോധ നടപടികൾക്കും മുൻതൂക്കം നൽകിയാണ് ആയുർവേദത്തിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് ചികിത്സ ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുന്നതിലൂടെ രോഗത്തിന്റെ വ്യാപനത്തെ തടയാൻ ആകും. സ്വേദനം, നസ്യം എന്നിവയും നല്ല ഫലം തരും. ജീവിതരീതിയിൽ അനുയോജ്യമായ മാറ്റം വരുത്തുന്നതും ചികിത്സയുടെ ഭാഗമാണ്. ഔഷധങ്ങൾക്കൊപ്പം കച്ചോരാതി ചൂർണം ഇളം ചൂടുവെള്ളത്തിൽ ചാലിച്ച് തളം വയ്ക്കുന്നത് ആശ്വാസമേകും. തുളസിയില, ചുക്ക്, തിപ്പല്ലി എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ കുടിക്കാവുന്നതാണ്. ഇഞ്ചിയോ നെല്ലിക്കയോ പാടമാറ്റിയ പാൽ ചേർത്ത് തിളപ്പിച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. ഉഴുന്ന്, തൈര് എന്നിവ ഒഴിവാക്കുക. കറിവേപ്പിലയും മഞ്ഞളും ധാരാളം ചേർത്ത് കാച്ചിയ മോര് ഉപയോഗിക്കാം. AC, ഫാൻ അമിത സ്പീഡിൽ ഉപയോഗിക്കുക തുടങ്ങിയ ശീലങ്ങൾ പരമാവധി കുറയ്ക്കുക. ശുചിത്വം കർശനമായി പാലിക്കുക. തുളസിയിലയും പനിക്കൂർക്കയിലയും ഇട്ട് ആവി പിടിക്കുന്നതോടൊപ്പം ഇതേ വെള്ളത്തിൽ മുക്കിയ ടവൽ കൊണ്ട് വേദനയുള്ള ഭാഗത്ത് ചൂട് നൽകാം. ലഘുവായ വ്യായാമങ്ങൾ ബാല്യത്തിലെ ശീലിക്കുന്നതും ഗുണം ചെയ്യും. സന്ധ്യാസമയം കഴിഞ്ഞുള്ള കുളി പൂർണ്ണമായും ഒഴിവാക്കുക. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.